എനിക്ക് എയെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോ എനിക്ക് എയെ കുറിച്ച് എങ്ങനെ പറഞ്ഞു തരും? എല്ലാ സ്ഥലത്തും ചെയ്യാറുണ്ട്. ഒരു സിമ്പിൾ ക്യാമറയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ട് നമ്മൾ മുമ്പിൽ പോർട്രേറ്റ് മോഡ്, അത് എ ഐ നമ്മൾ വിചാരിക്കാത്ത എല്ലാ സ്ഥലത്തും ഉണ്ട്. ഈ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എയുടെ ഒരു കൺട്രോളിംഗ് സിസ്റ്റം ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് ഒരു നിയന്ത്രണങ്ങളൊക്കെ വളരെ കുറവാണ് അല്ലേ? നമ്മുടെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫോണുണ്ട്. ഫോണിന്റെ കാരണം വി കൻ കണക്ട് ടു എനിവൺ അറൗണ്ട് ദി വേൾഡ്. ഒരു ഇമേജ് കണ്ടു, ഇതിപ്പം റിയൽ ആണോ അല്ലെങ്കിൽ ഇത് ഒരു AI ക്രിയേറ്റഡ് ആണോ എന്നൊക്കെ ഒരു ഫസ്റ്റ് ലുക്കിൽ കണ്ട മനസ്സിലാവുക. ഡൽഹിയിൽ പോകുന്നുണ്ട്, പഞ്ചാബിൽ പോകുന്നുണ്ട്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ടു മിനിസ്റ്റേഴ്സ്, കുറെ പേർക്ക് അങ്ങനെ ഈ കൊച്ചു പയ്യനോ ഉണ്ട്. ഞാൻ വിശ്വസിക്കത്തില്ല. മൈഫിൻ മെഗാ ടോക്ക് വിത്ത് ഫിജി തോമസ്. ഹായ്, ഞാൻ ഫിജി തോമസ്. മൈഫിൻ മെഗാ ടോക്ക് വിത്ത് ഫിജി തോമസ് ഇവിടെ തുടങ്ങുകയാണ്. ഇത് ആദ്യത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ എപ്പിസോഡ് പ്ലാൻ ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കണം, അതിൻ്റെ കണ്ടന്റിൻ്റെ രീതി, സ്വഭാവം, ആരായിരിക്കണം ഈ ഒരു എപ്പിസോഡിൽ ആദ്യം ഈ ഒരു ഇൻ്റർവ്യൂ പ്രോഗ്രാമിൻ്റെ അതിഥിയായി വരേണ്ടത് എന്നൊക്കെ ഞാൻ കുറേ അധികം ഇങ്ങനെ ആലോചിച്ചു. കുറേയധികം പേരുകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഏറ്റവും ഒടുവിൽ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് ഒരു വ്യക്തിയുടെ പേരാണ്. ആ വ്യക്തിയെ കാണാനാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. നമുക്ക് ആരാണെന്ന് വിശദമായി പരിചയപ്പെടാം. Raul. ഹായ്. ഹായ്. യെസ്, ഹലോ. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പം മൈഫിൻ മെഗാ ടോക്കിന്റെ പ്രേക്ഷകർക്ക് വ്യൂവേഴ്സിന് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുലിക്കുട്ടിയാണ് രാഹുൽ അല്ലേ? അതാണ്, ഭയങ്കര വിനയമാണ്. പക്ഷേ എയുടെ പുലിക്കുട്ടി തന്നെയാണ്. ഞാൻ ചാർത്തി കൊടുത്തിരിക്കുന്നു ആ പദവി. അപ്പോ എന്താണ് ഒരു റൗളിനെ കുറിച്ച്, റൗൾ ജോൺ അജുവിനെ കുറിച്ച് സ്വന്തമായിട്ടൊന്ന് പറയാമോ? എങ്ങനെയാണ്, ആരാണ് ഇദ്ദേഹം? സ്വന്തമായിട്ടെന്ന് കഴിഞ്ഞാൽ എൻ്റെ പേര് റൗൾ ജോൺ അജു. ഐ ആം എ ഫൗണ്ടർ. ഞാൻ കുറേ AI ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ക്ലാസ്സസ് എടുക്കും, US-ഉം UK, പിന്നെ ഇന്ത്യയിൽ തന്നെ കുറേ യൂണിവേഴ്സിറ്റീസും സ്കൂൾസിലും ക്ലാസ് എടുക്കാറുണ്ട്. ബിസിനസ്സസ് കൺസൾട്ടും ചെയ്യാറുണ്ട്. കുറേ ഓഫീസസിലൊക്കെ പോയി എങ്ങനെ അവർക്ക് AI ഉപയോഗിക്കാം. പിന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്ററും കൂടെ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിൽ, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഓക്കെ, എത്ര വയസ്സായി? കണ്ട എങ്ങനെ തോന്നുന്നു. പക്ഷേ യെസ്, ഐ മീൻ +1. എനിക്ക് 16 വയസ്സായി. ആണല്ലേ? ഓക്കെ, എന്നാലൊരു 7th 8th അത്രയൊക്കെ തോന്നുള്ളൂ. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയത്തില്ലേ? അതെ അതെ, വെറുതെ കവർ നോക്കിയിട്ട് കാര്യം പറയണ്ട അല്ലേ? അപ്പൊ ഉള്ളിലിരിക്കുന്ന ഇതിനകത്തുള്ളതാണ് കണ്ടന്റ്. എന്താണ് ഈ ഒരു എയുടെ താല്പര്യം തോന്നാൻ കാര്യം എന്താണ്? സത്യം പറഞ്ഞാൽ കുഞ്ഞില് പോലെ എനിക്കിങ്ങനെ വീഡിയോസ് എടുക്കാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ സാധാരണ സ്റ്റഡീസ് എല്ലാം മാനേജ് ചെയ്യാൻ നല്ല പാടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമായിരുന്നു ഒരു വഴി എല്ലാം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി. അപ്പൊ എനിക്കൊരു AI ടൂൾ കിട്ടി, രണ്ടും കൂടെ ചെയ്യാൻ പറ്റും. ബേസിക്കലി 2 മാസമായിരുന്നു എനിക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം എടുക്കുന്നത്. പക്ഷെ ഈ AI ടൂൾ കിട്ടിയപ്പം 2 ദിവസത്തിൽ ചെയ്യാൻ പറ്റും. ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു AI ആണോന്നൊന്നും. പക്ഷെ ഈ ടൂൾ വെച്ചിട്ട് 2 മാസം കഷ്ടപ്പെടുന്ന കാര്യം സെയിം തന്നെ 2 ദിവസത്തിൽ ഫുൾ വീഡിയോ എടുക്കും. അപ്പം അത് ആ ഒരു ലോകം എന്താണ് AI, അങ്ങനെയാണ് ഈ ക്ലബ് ഹൗസും ക്ലാസ്സസും എല്ലാം തുടങ്ങിയത്. ഓക്കെ, ഈ തുടങ്ങിയിട്ട് ഇപ്പൊ എവിടം വരെ എത്തി? ഇപ്പം എത്തിന്ന് പറയാൻ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ AI ടൂൾസ് ഉണ്ടാക്കുന്നു. ഇപ്പൊ കേരള ഗവൺമെന്റ് അവിടെ കുറെ മിനിസ്റ്റേഴ്സിനെ കാണാൻ പറ്റി, കൊളാബറേറ്റ് ചെയ്തിട്ട് കുറെ ബിസിനസ്സസിന് തന്നെ AI ഉപയോഗിക്കാൻ എങ്ങനെ ലൈക്ക് ചെയ്യാൻ പറ്റുന്നു, കുറെ സ്റ്റേജസിൽ സംസാരിക്കാൻ പറ്റി, കോണ്ടന്റ് ക്രിയേഷൻ വഴി കുറെ ആൾക്കാർക്ക് കാണാൻ പറ്റി എങ്ങനെ ഇത് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. ഓക്കെ, നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നമുക്ക് അവിടെ പോയി ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ നമുക്ക് എയെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ് തരണം എനിക്ക്. നമുക്ക് ഈ ലോകത്തോട് എയെ കുറിച്ച് കൂടുതൽ സംസാരിക്കണം അല്ലേ? കൊച്ചുകുട്ടികൾ അറിയേണ്ട കാര്യങ്ങൾ, ഒപ്പം മുതിർന്നവർ അറിയേണ്ട കാര്യങ്ങൾ, പ്രൊഫഷണലുകൾ അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്.
ഇതൊരു നല്ല സ്ഥലമാണ് തോന്നുന്നു. നമുക്ക് ഇവിടെ കയറി ഇരുന്നാലോ? Okay, Okay, ഇരുന്നട്ടെ? ഇരിക്കാം. ആ. ഹായ്, യെസ്. ഓക്കെ, Nice. അപ്പൊ ഇനി സംസാരിച്ചു തുടങ്ങാം. Yeah. ഇനി ചോദിക്കാനുള്ളത്, അതായത് ഞാനിപ്പോൾ ഒരു മണ്ടനാണെന്ന് വെച്ചോ. Okay, അതെന്തായാലും അല്ല. ഓക്കെ, എനിക്ക് എയെ കുറിച്ച് ഒന്നും അറിയില്ല. ആ. അപ്പോൾ എനിക്ക് എയെ കുറിച്ച് എങ്ങനെ പറഞ്ഞു തരും? എൻ്റെ ഒരു ബേസിക്സ് എങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കും എന്നെ? സിമ്പിൾ ആയിട്ടെന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റൈറ്റ്? ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്മാരുണ്ടാക്കുന്ന ഒരു സാധനം. അതെ. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക് ബുദ്ധി, റൈറ്റ്? ഒരു കാര്യം പഠിച്ചിട്ട് അത് ചെയ്യാൻ പറ്റുന്നു. ഇന്റലിജൻസ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ ലേൺ ആൻഡ് യൂസ് ദാറ്റ് ഇന്റലിജൻസ്, റൈറ്റ്? ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു. അപ്പം ഇത് രണ്ടും കമ്പൈൻ ആവുമ്പം മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു ബുദ്ധി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബുദ്ധി. നമ്മുടെ ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്, നമ്മുടെ ബുദ്ധി പോലെ ആക്കാൻ നമ്മളെ മെഷീന് ട്രൈ ചെയ്യുന്നു. മെഷീന്, ഒരു കമ്പ്യൂട്ടറിന് ബുദ്ധി കൊടുക്കുന്നു. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ലോകത്തിപ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ സിമ്പിൾ ആയിട്ട് എടുക്കാം. കുറേ നാൾ മുമ്പ് മുതൽ തന്നെ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ അല്ലെ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പം AI തന്നെയാണ് നമുക്ക് ഏത് ടൈപ്പ് വീഡിയോസ് വേണമെന്ന് അറിയുന്നത്. നമ്മൾ ഓരോ വീഡിയോ ലൈക്ക് ചെയ്യുമ്പം കമന്റ് ചെയ്യുമ്പം AI തന്നെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ ഇപ്പത്തെ ഡ്രൈവിംഗ് കാർസോ അല്ല റോബോട്ട്സോ അല്ല ChatGPT മുതൽ എല്ലാ സ്ഥലത്തും AI ആണല്ലോ. ഇപ്പൊ വോറോ അല്ല ഡീഫിക്സ്, എവിടെ എല്ലാ സ്ഥലത്തും AI ഉണ്ട്. ഇപ്പൊ ഒരു സിമ്പിൾ ക്യാമറയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ട് നമ്മുടെ മുമ്പിൽ പോർട്രേറ്റ് മോഡ്, അത് AI നമ്മൾ വിചാരിക്കാത്ത എല്ലാ സ്ഥലത്തും ഉണ്ട്. കുഞ്ഞായിട്ട് പക്ഷേ ഇപ്പൊ എനിക്കറിയാവുന്ന AI എന്ന് പറഞ്ഞാൽ ഈ ChatGPT ഒക്കെയാണ്. കാരണം ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മെയിൽ അയക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനപ്പുറത്ത് ഇതിൻ്റെ ടൂൾസും മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഈ കാറ്റഗറിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ ടൂൾസൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? പെട്ടെന്ന് നമുക്ക് ഏറ്റവും ആൾക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്നതും അല്ലെങ്കിൽ നമുക്കൊരു ഫണ്ണി ആയിട്ട് തോന്നുന്നതും കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് തോന്നുന്നതായിട്ടുള്ള ടൂൾസൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? സത്യം പറഞ്ഞാൽ കുറേ ടൂൾസ് ഉണ്ട്. ഒരെണ്ണം തന്നെ നമ്മൾ പറയുന്നത് ChatGPT ആണ് ഓവറോൾ ആയിട്ടുള്ള ഒരു നല്ല ടൂൾ. വീഡിയോ ഉണ്ടാക്കുന്ന പടം ഉണ്ടാക്കാം, വോയിസ് ആയിട്ട് സംസാരിക്കാം, അതിൻ്റെ കൂടെ ചാറ്റ് ചെയ്യാം, അതിൻ്റെ കൂടെ കുറെ കാര്യങ്ങൾ ചെയ്യാം, കോഡ് ചെയ്യും, അല്ലേ? ഓവറോൾ ഒരു നല്ല ടൂളാണ്. സ്റ്റഡി മോഡുണ്ട്, ഏജന്റിക് മോഡുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. അതല്ലാതെ ഇപ്പം ലൈക്ക് ക്ലോഡ് ഉണ്ട്, ജെമിനി ഉണ്ട്. ജെമിനിയുടെ വീഡിയോയും ഫോട്ടോ അടിപൊളിയാണ്. പക്ഷെ ഓവറോൾ ആയിട്ട് ആ ടൂൾസ്. പക്ഷെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു PPT ഉണ്ടാക്കാൻ വേണ്ടി തന്നെ കുറെ ടൂൾസ് ഉണ്ട്, ഈ ഗാമ AI ഒക്കെ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ പഠിക്കാൻ വേണ്ടി തന്നെ എൻ്റെ ഗെയിംസ്, എൻ്റെ PDF അല്ല എൻ്റെ ടെക്സ്റ്റ് ബുക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഫുള്ള് ഗെയിം ആക്കി തരും ഈ AI. സോ കുറേ ഉണ്ട്. അതിന് ഫ്ലാഷ് AI, സ്റ്റഡി ഫെച്ച് AI ഉണ്ട്. അപ്പം എന്താണ് വേണ്ടത് അത് വെച്ച് നോക്കിയിട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏത് AI ടൂള് വേണം. അതെ, നമ്മുടെ യൂസിന് എന്താണ് ആവശ്യം, അല്ലേ? അത് നമ്മൾ തിരഞ്ഞെടുത്ത് ആ ടൂള് ഉപയോഗിക്കുക, അതാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ ഇതെല്ലാം ഈ റൗൾ മോൻ ഇതെല്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. റൗൾ മോൻ ഇതിനെക്കുറിച്ചെല്ലാം ഫുൾ അറിവാണ്, അങ്ങനെ പറയാം. യെസ്, എന്തായാലും വി ആർ കീപ്പിംഗ് ഓൺ ലേണിംഗ് ആണല്ലേ? എങ്ങനെ ഈ ഒരു അപ്ഡേഷൻ നടത്തുന്നത് എങ്ങനെയാണ്? എയുടെ ഒരു അപ്ഡേഷൻ, സെൽഫ് അപ്ഡേഷൻ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞ യൂട്യൂബും അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അറിയുന്നത്. അതിന്റെ കാരണം തന്നെ ഇപ്പം കുറെ ആൾക്കാർ ചോദിക്കും നീ യൂട്യൂബിൽ നിന്ന് പഠിക്കാന്ന് പറയും. പക്ഷെ എന്ത് യൂട്യൂബ്, എന്താ യൂട്യൂബ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത്? എന്ന് സെർച്ച് ചെയ്ത കുറെ വീഡിയോസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഫുള്ള് കണ്ട അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാനിപ്പോൾ യൂട്യൂബിൽ തന്നെ 30 days ചാലഞ്ച് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. 30 days AI ഒന്നും അറിയാത്ത, കോഡിങ്ങും അറിയണ്ട, സ്റ്റാർട്ടിങ് ഫ്രം വാട്ട് ഇസ് AI, ബൈ ദി എൻഡ് അവർക്ക് അവരുടെ സ്വന്തം AI ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അതും ഫ്രീ ആയിട്ട് ഈ ഫുള്ള് കോഴ്സ്, ബിക്കോസ് കുറെ പെയ്ഡ് ആയിട്ടുള്ളതുണ്ടല്ലോ. അപ്പൊ ഞാൻ അതൊന്നും അപ്സെൽ ചെയ്യുന്നില്ല. ബേസിക്കലി AI അവർക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ പഠിപ്പിക്കാം. ഓക്കെ, ഇപ്പൊ റൗളിന്റെ സ്കൂളിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്താണ് സ്കൂളിന്റെ പേര്? GVHSS നോർത്ത് എടപ്പള്ളി, കുന്നുംപുറം നോർത്ത് എടപ്പള്ളി സ്കൂൾ. അതാണ് സർക്കാർ സ്കൂളാണ് അല്ലേ? ഇവിടെ കണ്ടോ സിലബസിൽ? അങ്ങനെ ഇല്ല, ഇപ്പൊ ഇല്ല. അപ്പോ എന്നിട്ടും AI പഠിച്ചെടുത്തു റൗള്, അല്ലേ? അത് ഭയങ്കര സംഭവമായി പോയി. ഐ മീൻ ടു ബി ഓണസ്റ്റ്, എൻ്റെ പേരൻസ് ആണെങ്കിലും ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നിനക്ക് എന്താ ഇഷ്ടമുള്ള ചെയ്ത് ഓക്കെ ചെയ്തോ, പക്ഷെ പഠനവും കൂടെ നോക്കണം, അതാണ് എല്ലാവരും പറയാറുള്ളത്. സോ അതിനാണ് അങ്ങനെ സപ്പോർട്ടും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരു സയൻസ് എക്സിബിഷനിൽ പോയിട്ട് എൻ്റെ റോബോട്ട് ഉണ്ടാക്കിയത് കാരണം എല്ലാം വൈറലായി. ആണല്ലേ? മൊത്തം വൈറലാണ്.
റൗൾ എന്ത് ചെയ്താലും വൈറലാവും. അങ്ങനല്ല. ഓക്കെ, ഈ സ്കൂളുകളിലൊക്കെ ശരിക്കും ഈ AI കുറിച്ചൊക്കെ ഈ സാങ്കേതിക വിദ്യ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആണ്. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? എല്ലാം ഈ കൊച്ചു കുട്ടികളൊക്കെ കൂടുതൽ മനസ്സിലാക്കണ്ടേ ഈ കാര്യങ്ങളൊക്കെ? അപ്പം ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഷോർയ അങ്ങനെ കുറെ പറഞ്ഞ ഇൻസൈഡ് ലൈക്ക് ഇന്ത്യയിൽ തന്നെ ഫ്രം പൂനെ, മുംബൈ മുതൽ വെസ്റ്റ് എല്ലാവരും ഞങ്ങളിപ്പം മിഷൻ NEP 2020 എന്ന് പറഞ്ഞാൽ ഒരു അത് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഗവൺമെന്റ് കുറെ കാര്യം പ്രോമിസ് ചെയ്യുന്നു എഡ്യൂക്കേഷന് ചെയ്യണം. അപ്പം അത് ബേസിക്കലി ചെയ്യുന്നു. ബേസിക്കലി ഓരോ കുട്ടികൾ ഓവർ തൗസൻഡ്സ് ഓഫ് കുട്ടികളിനകത്ത് കുറേ ആൾക്കാർ വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾ അവർക്ക് എന്താ എഡ്യൂക്കേഷനിൽ ഇമ്പ്രൂവ് ആകാൻ പറ്റുന്നത്. ബിക്കോസ് ഐ ലവ് മൈ എഡ്യൂക്കേഷൻ, ഐ ലവ് മൈ സ്കൂൾ ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് സംതിങ് ഐ ലവ് ബെറ്റർ. അപ്പം അങ്ങനെ ഒരു അത് വെച്ചിട്ട് ഞങ്ങൾ മിഷൻ NEP തുടങ്ങുന്നുണ്ട്. ബേസിക്കലി അവരൊരു വീഡിയോ എടുക്കുന്നു, അവർക്ക് എന്താ സ്കൂളിൽ ബെറ്റർ ആകാൻ പറ്റുന്നു തോന്നിട്ട് ഈ ഒരു ഹാഷ്ടാഗ് ഉപയോഗിക്കുന്നു. അപ്പൊ എല്ലാ കുട്ടികളും കുറെ ഇപ്പൊ ആൾക്കാരുണ്ട്. ബേസിക്കലി ഇത് ജസ്റ്റ് ഗവൺമെന്റ് കാണിച്ചു കൊടുക്കുന്നത്, ഇതാണ് എല്ലാവരുടെ തോട്ട്സ്, സ്റ്റുഡൻസിന്റെ വോയിസ് ഹേർഡ് ആക്കുന്നത്. അതായത് ഈ കുഞ്ഞു കുട്ടികളാണ് ഈ തോട്ട്സ് എല്ലാം കൂടെ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നത്. അവർ ഇതിനെക്കുറിച്ച് അവയർ ആണോ? അത് നിങ്ങൾ ഇത് പിള്ളേരാണ്, ഇവര് പറയുന്നൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന് ആണോ? എന്താ അവരുടെ രീതി എന്താണ്? കുറെ സ്കൂൾസ് ഓൾറെഡി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കുറെ കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്. ഇത് ഞങ്ങളുടെ Day 1 തന്നെ തുടങ്ങി. കുറെ മോർ ദാൻ 100K ആൾക്കാർ ഈ പോസ്റ്റ് ഒക്കെ കണ്ടു, കമന്റ് ചെയ്തു, വീഡിയോസ് ഉണ്ടാക്കുന്നു, ഇത് ചെയ്യുന്നു. അതിന്റെ റീസൺ കുട്ടികൾക്ക് അങ്ങനെ വേണം, അങ്ങനെ പ്ലാറ്റ്ഫോം വേണം. അവർക്ക് എന്താ അവരുടെ സ്കൂളിൽ ബെറ്റർ ആക്കാൻ പറ്റുന്നത്. ബിക്കോസ് അവർക്ക് ആഗ്രഹമുണ്ട് ബെറ്റർ ആക്കണം. ബിക്കോസ് എല്ലാവർക്കും അവരുടെ സ്കൂൾ ഇഷ്ടമാണ്. ആൻഡ് ഐ ആക്ച്വലി ലവ് മൈ സ്കൂൾ. എൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്കതെല്ലാം ഇഷ്ടമാണ് ഇവിടെ. ദാറ്റ് ഇസ് വൈ എൻ്റെ കുറെ എനിക്ക് അറിയുന്ന ആൾക്കാരെ സ്കൂൾ വിട്ടിട്ട് പഠിക്കുന്ന പോലെയില്ല. ഷോർയാനെ കുറെ ഉണ്ട്. പക്ഷെ റീസൺ ഐ ഗോ ടു സ്കൂൾ ഇസ് ദാറ്റ് എന്നാണ് എനിക്കിഷ്ടം. ഇങ്ങനെ ക്ലാസ്സിൽ പഠിക്കാൻ പോലും പോകാതെ AI-യുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇങ്ങനെ എന്താ പറയാ ഒരു ബിസിനസ്സിലേക്കൊക്കെ നിങ്ങൾ കടന്നു അല്ലേ? അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടോ? എത്ര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സർക്കിളില്? സർക്കിളില്ല, ചെയിനാണ്. കൈൻഡ് ഓഫ് ഐ മീൻ ഇവിടെ തന്നെ കുറെ ഓബിയസ്ലി സ്കൂളിൽ കുറെ കൂട്ടുകാരുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ഷോറിയ, പരിണിത്തി അങ്ങനെ കുറെ കൂട്ടുകാർ ലൈക്ക് കുറെ പേരുണ്ട്. അവരാണ് സ്കൂളിൽ പോവാതെ 14-13 വയസ്സിൽ കമ്പനി ഉണ്ട് അവർക്ക്. അവരും കുറെ കാര്യം ചെയ്യുന്നുണ്ട്. അപ്പം അവരെല്ലാവരോട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ അത് ചെയ്യുന്നു, ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ. അപ്പൊ അറൌണ്ട് ഇന്ത്യ നമ്മുടെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫോണുണ്ട്. ഫോണിന്റെ കാരണം വി ക്യാൻ കണക്ട് ടു എനിവൺ അറൌണ്ട് ദ വേൾഡ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഐ ആം ടേക്കിംഗ്. എല്ലാം കിട്ടും അല്ലേ? എന്തായാലും ഇത് നമ്മളെ സ്കൂളിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. അത് വലിയൊരു സംഭവമായി കുട്ടികൾ ഇത് മനസ്സിലാക്കി കൊടുക്കണം അല്ലേ? അധ്യാപകരുടെ നമ്മുടെ സർക്കാരിന്റെ അതോറിറ്റിയുടെ ഒക്കെ ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷേ റൗൾ മോനെ, എനിക്കൊരു സംശയം. അതായത് ഈ നമ്മളിപ്പോ ഇന്റർനെറ്റ് ആയാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക വിദ്യ, ഇതൊക്കെ കുട്ടികള് അല്ലെങ്കിൽ അത് പലരും മിസ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊരു പരാതിയുണ്ട്. ചില പേരൻസ് ആണെങ്കിൽ പറയും ഇന്റർനെറ്റ് അവർക്ക് കൊടുക്കില്ല അല്ലേ? അല്ലെങ്കിൽ സിസ്റ്റം ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ ഒക്കെ ആണെങ്കിൽ എപ്പോഴും കാണുന്നിടത്ത് വേണം വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ ഈ AI വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടുന്നില്ലേ? കറക്റ്റ്. ഐ മീൻ സി എല്ലാത്തിനും നല്ല കാര്യം ചീത്ത കാര്യമുണ്ട്. ഫോൺ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ. കഴിക്കുന്നതിനും ഇറ്റ്സ് നോട്ട് ഗുഡ്, കുറച്ച് കഴിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ്, റൈറ്റ്? അപ്പൊ പക്ഷേ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് AI. AI നമുക്ക് ഡീഫേക്ക് ചീത്തയായിട്ട് ഉപയോഗിക്കാം, നല്ലതായിട്ട് ഉപയോഗിക്കാം. AIയുടെ നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത കാര്യങ്ങളുണ്ട്. ഇന്റർനെറ്റ് ഫോൺ ഉപയോഗിക്കുന്നതിന് നല്ല ചീത്ത ഉണ്ട്. എൻ്റെ പേരൻസ് ഓൾവേസ് എനിക്ക് എൻ്റെ പപ്പ തന്നെ എനിക്ക് എൻ്റെ ഫോൺ തന്നു കുഞ്ഞിലെ തന്നെ 3 വയസ്സായപ്പം. ആ വയസ്സിൽ തന്നെ. പക്ഷെ എൻ്റെ അടുത്ത് എൻ്റെ കൂടുതൽ ഉപയോഗിച്ച എന്താ കുഴപ്പം, നല്ലതായിട്ട് ഉപയോഗിച്ച എന്താ കുഴപ്പം, ഇനി ഇതിനകത്ത് തന്നെ എന്താണ് ഇന്റർനെറ്റിൽ ഉപയോഗിക്കുക, എന്താണ് കറക്റ്റ് തെറ്റ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം, നീ എന്താണ് ചെയ്തത്, എന്നെ ഒരിക്കലും കൺട്രോൾ ചെയ്തില്ല ഇത് ചെയ്യലെന്ന്. ബിക്കോസ് അങ്ങനെ ചെയ്യലെന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത്. അതെ അതെ അതെ, എന്തെങ്കിലും ഇങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്ലാസ്റ്റ് ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. യെസ്. അപ്പൊ സോ ദാറ്റ് ഇസ് വൈ കൺട്രോൾ ചെയ്യില്ല. ഇത് ചെയ്താൽ ഇങ്ങനെ ഇതായിരിക്കും ഔട്ട്പുട്ട്, ഇനി നിന്റെ ഇഷ്ടമുള്ള. പക്ഷേ റൗൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് എന്താ പറയുക വീഡിയോസും ഇമേജസും ഒക്കെ കാണുന്നു. പ്രത്യേകിച്ച് ഫീമെയിൽസിൻ്റെ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസിൻ്റെ ഒക്കെ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അത് ഇതിങ്ങനെ AI-ലിട്ട് അവരുടെയൊക്കെ തല വെട്ടി മാറ്റി വേറെ ഫിഗറൊക്കെ ആക്കി അല്ലേ? എന്നിട്ട് വളരെ മോശമായി അത് എന്താ പറയുക ഡെലിവറി ചെയ്യുക, അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാര്യമായിട്ട് നിയന്ത്രിക്കാനും തടയാനും ഒക്കെ പറ്റുമോ? AI-ൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? എന്തായാലും ഉണ്ട്. ഇപ്പം AI വെച്ച് തന്നെ AI ജെമിനിയിലൊക്കെ പടം ഉണ്ടാക്കുമ്പം അവർ മെറ്റഡിറ്റ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പടത്തിൽ തന്നെ അവര് AI ആന്ന് എഴുതും. അപ്പം ഈ പ്ലാറ്റ്ഫോംസിൽ അപ്ലോഡ് ചെയ്യുമ്പം AI ആന്ന് അവിടെ എഴുതി വരും. ഇനി അങ്ങനെ ഉണ്ട്. പക്ഷേ ദ സാഡ് പാർട്ട് ഈസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്പെഷ്യലി റെഗുലേഷൻസ് ഒന്നും വന്നിട്ടില്ല AI-യുടെ കാര്യം തന്നെ വെച്ച് നോക്കുമ്പം, വിച്ച് ഈസ് വെരി സാഡ്. ബിക്കോസ്
ലൈക്ക് ഇപ്പൊ ഒരു പുത്തൻ ടെക്നോളജി വരുമ്പോൾ റെഗുലേഷൻ അതൊക്കെ വേണം, അത് ഇല്ല. ആൻഡ് അത് വന്നാലേ ഇങ്ങനെ കുറെ കാര്യം സ്റ്റോപ്പ് ആക്കാൻ പറ്റുള്ളൂ. എനിക്കൊന്നും നമ്മുടെ ഈ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എയുടെ ഒരു കൺട്രോളിംഗ് സിസ്റ്റം ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് ഒരു നിയന്ത്രണങ്ങളൊക്കെ വളരെ കുറവാണ് അല്ലേ? അത് തന്നെ, വളരെ കുറവാണ്. ഇപ്പൊ ഫോൺ വന്ന് ഇന്റർനെറ്റ് ഒക്കെ വന്നതിൻ്റെയാണ് ഈ സൈബർ സെക്യൂരിറ്റി സെല്ലും ഇതൊക്കെ പതുക്കെ വന്നത്. അത് വന്ന് കഴിയുമ്പോഴത്തേക്ക് അടുത്ത കാര്യം വന്നു, ഇനി അതിനു വേണ്ടിയാണ്. പിന്നെ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ റൗൾ മോനെ ഒരു വീഡിയോ കണ്ടു, ഒരു ഇമേജ് കണ്ടു, ഇതിപ്പം റിയൽ ആണോ അല്ലെങ്കിൽ ഇത് ഒരു AI ക്രിയേറ്റഡ് ആണോ എന്നൊക്കെ ഒരു ഫസ്റ്റ് ലുക്കിൽ കണ്ടാൽ മനസ്സിലാവുമോ? സത്യം പറഞ്ഞാൽ ഈ സെക്കൻഡ് ഞാൻ പറയുന്നത് അടുത്ത ദിവസം വാലിഡ് അല്ലായിരിക്കും. പക്ഷേ ഇൻ റിയാലിറ്റി കഴിഞ്ഞ വർഷം വരെ ഇപ്പൊ ഒരു പടത്തിൽ ഒരു എക്സ്ട്രാ ഫിംഗർ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കണ്ണ് അതൊക്കെ ആണെങ്കിൽ ചെയ്യാന്ന് പറയാം. പക്ഷെ ഇപ്പം ഒരു AI പടാന്ന് അറിയണമെങ്കിൽ സൂക്ഷിച്ച് നോക്കണം, റിഫ്ലക്ഷൻസ് നോക്കണം, അതിനകത്ത് സ്കിൻ നോക്കണം, എത്ര സ്മൂത്താ എത്ര ഇതാ, കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ്. ബിക്കോസ് ഇറ്റ്സ് ഗെറ്റിംഗ് റിയൽ ഓവർ റൈറ്റ്. ഇനി അടുത്തതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ വീഡിയോസിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ, വീഡിയോസിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് കറക്റ്റ് അല്ലെങ്കിൽ AI എന്നറിയാം. അല്ലെങ്കിൽ ടെക്സ്റ്റ് കറക്റ്റ് അല്ലെങ്കിൽ വീഡിയോസിനകത്ത് കുറച്ച് വീഡിയോസിനകത്ത് ഉൾപ്പെടുത്തി കൊടുക്കുന്ന ടെക്സ്റ്റ് അത് തന്നെ, അതിനകത്ത് വീഡിയോസ് തന്നെ കാണുമല്ലോ. AIക്ക് വീഡിയോസ് വെച്ച് ടെക്സ്റ്റ് ഉള്ള വീഡിയോസ് ഉണ്ടാക്കാൻ പാടായി ഇപ്പം. അത് മാത്രമല്ല വീഡിയോസ് കുറച്ച് ബ്ലറി ആണെങ്കിൽ അല്ലെ വീഡിയോസിലെ ലിപ്പ് സംസാരിക്കുന്നതും വീഡിയോയും സിങ്ക് അല്ലെങ്കിൽ അതാണെങ്കിൽ എന്ന് പറയാം. അങ്ങനെ കുറെ കുഞ്ഞുഞ്ഞാരെയും വീഡിയോസിൽ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്കിൻ നോക്കുന്ന അങ്ങനെ കുഞ്ഞുഞ്ഞ അതും പക്ഷെ പോകും. കുറച്ചാൾ മുമ്പേ AIക്ക് ടെക്സ്റ്റ് ഉള്ള ഫോട്ടോ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു, ഇപ്പൊ അതെല്ലാം പറ്റും. ഞാൻ ഈയിടെ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നതായിട്ട് കണ്ടു. ആരാണ്? നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അനൗൺസ് ചെയ്യാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റാണ് ഇത്. കുറച്ച് ഒരു 22,000 ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു മാസം പിന്നെ 60,000 കിട്ടും, ഒരു കുറച്ച് നാൾ കഴിയുമ്പം 2 lakh ആകും എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ AI ക്രിയേറ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അത് ആദ്യം ഇത് ഒരു ഒറിജിനൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റാണ്, ഇത് സംഭവമാണല്ലോ, അതൊന്ന് ന്യൂസ് കൊടുക്കണം വിചാരിച്ചിട്ടാണ് നോക്കിയത്. പിന്നെയാണ് മനസ്സിലായത് ഈ നിർമ്മല സീതാരാമനും അവരുടെ വോയിസും മൊത്തം ഫേക്കാണ്. രാഹുൽ ഗാന്ധി വരുന്നു, അതിൽ എല്ലാം ഫേക്കാണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു ചൂഷണം നടക്കുകയാണ് അല്ലേ? അതാണ് ഇതിന്റെ ഒരു മെയിൻ അപകടം. ആമിർ ഖാൻ ഇലക്ഷൻ നടക്കുന്ന മുമ്പ് ആമിർ ഖാന്റെ ഡീപ് ഫേക്ക് ഉണ്ടാക്കിയിട്ട് പറയിപ്പിച്ചു ഐ സപ്പോർട്ട് വേറൊരു പാർട്ടി ദാറ്റ് ഹി ആക്ച്വലി അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഏത് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ചില ഒരു 12 lakhs കണ്ടോ പോയി നിങ്ങളുടെ അത് കറക്റ്റ് പാർട്ടീനെ സപ്പോർട്ട് ചെയ്യും, ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഈ പാർട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ അത് ഡീപ് ഫേക്ക് ആയിരുന്നു ആണല്ലേ. അങ്ങനെ കുറെ കാര്യങ്ങള്. എന്തായാലും ഇത് കുറെ അധികം AI ബന്ധപ്പെട്ട കാര്യങ്ങൾ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, വെരി മച്ച് ഔട്ട് ഓഫ്. അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നൊക്കെ ഒരു എന്തെങ്കിലും ഒരു നിയന്ത്രണം കൊണ്ടേ തരും. അപ്പൊ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ? യെസ്. പിന്നെ ഈ എങ്ങനെ ക്ലാസ് എടുക്കുന്ന രീതിയൊക്കെ? ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓൺലൈൻ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പം കേരളയിൽ തന്നെ കുറെ സ്കൂൾസും അവിടെ കോളേജസിലും ഗവൺമെന്റ് സ്കൂൾസിലും കുറെ സ്ഥലത്ത് എടുക്കാറുണ്ട്. പിന്നെ അതല്ലാതെ ഇപ്പം ബിസിനസ്സസിനും എടുക്കാറുണ്ട്. കേരളയിലും നാഷണലിയും കുറെ സ്ഥലത്ത് പോയിട്ട്, ഇപ്പം ദുബായ് അങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ടും ഇന്റർനാഷണലി വിദേശത്തേക്കൊക്കെ പറഞ്ഞു നടക്കുക. യെസ്, അതുകൊണ്ട് ഞാൻ റൗളിന്റെ പപ്പയെ വിളിച്ചിട്ട് റൗളിൽ നമുക്കൊരു ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞപ്പോൾ റൗളിന്റെ പപ്പ പറഞ്ഞു ഞങ്ങളൊരു ഇന്ത്യ ട്രിപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് പ്രൊഫഷണൽസിനൊക്കെ ക്ലാസ് എടുക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ ഹൈ ഒഫീഷ്യൽസൊക്കെയാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടെ ഡൽഹിയിൽ പോകുന്നുണ്ട്, പഞ്ചാബിൽ പോകുന്നുണ്ട്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ടു മിനിസ്റ്റേഴ്സ് കുറെ പേർക്ക് അങ്ങനത്തെ. ഈ കൊച്ചു പയ്യനോ? ഉണ്ട്. യെസ്, ഞാൻ വിശ്വസിക്കത്തില്ല. ശല്യമുണ്ട്. എന്റെ ഇൻസ്റ്റ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി പ്രൊമോഷൻ, ബട്ട് അവിടെ എടുത്ത് നോക്കിയാലേ ഞാൻ എല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട്, ആരെ കണ്ടു ഇത് കണ്ടു. ആണല്ലേ, ഭയങ്കര സ്വീകരണമാണ്. ഇതൊരു മിസ്റ്റർ റൗൾ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ മാസ്റ്റർ ആണ് കയറി വരുന്നത്. അല്ല, ഈ പ്രൊഫസേഴ്സിന് അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിന് ഇവരൊക്കെ ഒരു എന്താ പറയാ സെമിനാർസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, ക്ലാസ് ട്രെയിനിങ് അല്ലേ? ഇപ്പൊ ബിസിനസ്സിനാവും ജസ്റ്റ് ഒരു സെമിനാർ മാത്രമല്ല, ഇവരൊക്കെ എന്ത്, കാരണം അവരുടെ ഒരു പ്രൊഫൈൽ വലുതാണ്. അവരുടെ ഒരു എന്താ പറയാ ഐഡിയ, ഒരു തോട്ടിൽ നിന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിനുള്ള കൃത്യമായ ആൻസർ കൊടുക്കുമോ റൗള്? ഡെഫിനറ്റ്ലി. എനിക്ക് അറിയാത്തൊരു കാര്യം എനിക്ക് അറിയത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ, ഞാൻ ഒന്നും ഉണ്ടാക്കി പറയത്തില്ല. പക്ഷെ എനിക്ക് അറിയുന്ന ഒരു കാര്യം ഐ ട്രൈ മൈ ബെസ്റ്റ് ടു ആൻസർ റൈറ്റ്ലി. അറിയത്തില്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയുന്നത് ഞാൻ പറയത്തുള്ളൂ, ബിക്കോസ് എല്ലാവർക്കും എല്ലാം അറിയത്തില്ലല്ലോ. ഐ ആം ഓൾസോ ലേണിംഗ്. എന്തായാലും ഈ നമ്മള് ഒരു എല്ലാം അറിവ് അല്ലെങ്കിൽ ഒരു കടലാണെന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഒരു കടലാണ്. സത്യം.
ഇപ്പൊ തന്നെ നമ്മൾ ഇപ്പൊ സംസാരിച്ചതിനകത്ത് ഒരു AI ന്യൂസ് വന്നിരിക്കും, അത് ഉറപ്പാണ്. ആണല്ലേ? എന്തായാലും അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി വേറൊരു ലൊക്കേഷനിൽ മാറി ഇരുന്ന് സംസാരിക്കാം. അവിടെ പോവാം. യെസ്. ഇലോൺ മസ്ക് വരെ പറഞ്ഞിട്ടുണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് ആണ് സ്കേറിയാണ് AI. കഴിഞ്ഞ ദിവസം അറിയോ, ഒരു ലൈക്ക് AI ഒരാളിനെ മർഡർ ചെയ്യാൻ നോക്കി. ആഫ്രിക്ക മുതൽ US, UK കുറെ ഡിഫറെന്റ് സ്ഥലത്തു നിന്ന് വരുന്നുണ്ട് ആൾക്കാര്. എന്തായാലും അറിയണം, അത് എന്ത് ലോയർ ആണെങ്കിലും എന്ത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എന്തായാലും അറിഞ്ഞിട്ടുണ്ട്. എത്തിക്സ് വേണം, ഒരു സൊസൈറ്റി റെസ്പോൺസിബിൾ വേണം, റൈറ്റ്? ഷുഡ് ബി റെസ്പോൺസിബിൾ, ഹെൽപ്പിംഗ് എവരിവൺ എൽസ് ടു. അതും പ്രോഫിറ്റ്, ദാറ്റ് ഷുഡ് ബി ദ എയിം. I don't have to worry about money. That's all the money I want. Plus I want, but my main aim is making the world a better place. My Fin Mega Talk with Fiji Thomas.